നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും എൻ്റെ തോട്ടത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തോട്ടത്തിൻ്റെ അവസ്ഥയാണ്. നല്ല ചെടികളായിരുന്നു. നല്ലപോലെ കായൊക്കെ പിടിക്കാൻ തുടങ്ങി വന്നപ്പോഴത്തേക്കും ഈ കൊടും വേനലിനെ അതിജീവിച്ച് പിടിച്ചു നിന്ന ചെടികൾ കംപ്ലീറ്റ് ഇതുപോലെ ഒടിഞ്ഞ് പോകാൻ തുടങ്ങി. ആദ്യം ഉണ്ടായ കായെല്ലാം ഒന്ന് ഡ്രോപ്പായി പോയിട്ട് ഇപ്പോൾ ഓരോ കായൊക്കെ പിടിച്ച് വരുന്ന ഒരു സമയത്താണ് ഈ കാറ്റും കൂടി വന്നിട്ടുള്ള ഒരു നാശനഷ്ടം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. ഇതൊരു 10 ഏക്കറോളം സ്ഥലമാണ്. അവർ ഈ കാറ്റുള്ളതുകൊണ്ട് ഷെയ്ഡൊന്നും വെട്ടാതെ ഒക്കെ നിർത്തിയതാണ്. അത്രയും കൂടി ഈ കാറ്റ് കുറഞ്ഞിരിക്കണമെന്നുണ്ട്. പക്ഷേ അതൊന്നും ബാധകമായില്ല. ഫംഗിസൈഡൊക്കെ അടിച്ച് പോകുന്ന തോട്ടം ആണെന്ന് പറഞ്ഞാൽ പോലും വലിയ ഫിസറിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടിക്കുന്ന കാറ്റിൻ്റെ ആ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം വളച്ച് കുത്തുവാണ്. ഇങ്ങനെ മരത്തിൻ്റെ കമ്പുകൾ ഒടിഞ്ഞ് വീണും മരം മൊത്തത്തോടെ വീണും ഒക്കെയായിട്ട് നല്ലപോലെ ചെടികൾ ഒടിച്ചിട്ടുണ്ട് എല്ലായിടത്തും. ഇതൊക്കെ ഒരു മരം, പച്ചമരം, ഇവിടുന്ന് മരത്തിന് കേടുണ്ടായിരുന്നതാണ്. അത് ഒടിഞ്ഞു പോയിട്ട് ആ ലൈനിലുള്ള നല്ല കായുള്ള ചെടികളായിരുന്നു. നല്ല ചെടികളുടെ മുകളിലോട്ടോ വീഴത്തുള്ളൂ മരം. ആ കംപ്ലീറ്റ് അത്ര ഭാഗത്തെ ചെടികൾ പോയി. ഇത് ഈ സൈഡിൽ വലിയ ഒടിവില്ല. ഇവിടെ ഒരു കിഴക്കൻ ചായ്വ് സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ വലിയതായിട്ടൊരു ഒടിവ് സംഭവിച്ചിട്ടില്ല. എങ്കിൽ പടിഞ്ഞാറൻ കാറ്റ് കുത്തിയടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ലപോലെ ചെടി ഒടിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ സെറ്റിങ്സ് എല്ലാം വന്ന സ്ഥലങ്ങളാണ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തെ ഒരു പടിഞ്ഞാറും ചായവിലോട്ട് ഇറങ്ങി വരികയാണ്. അകത്തോട്ട് കംപ്ലീറ്റ് ചെടി ഓടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ അടിക്കുന്ന ആ കാറ്റിൻ്റെ ശക്തി ഇവിടുന്ന് അങ്ങോട്ടൊന്നും കടന്നു പോകത്തില്ല. കാറ്റടിക്കുന്നുണ്ട്, അതുപോലെ കാറ്റാണ്. ആ തട്ട ഒടിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ ചെടിയുടെ ഷേപ്പും ആ ഭംഗിയെല്ലാം പോകും. മൊത്തം ഒലച്ച് കാവുന്ന സെറ്റിങ്സിലോട്ടെല്ലാം വന്നുകൊണ്ടിരുന്നു. പിന്നെയും മൊത്തത്തിൽ മഞ്ഞപ്പിഞ്ചുമായി. ഈ ചെടി ഇലയെല്ലാം കീറി, ഇലയൊന്നുമില്ല. അതുപോലെ നിൽക്കുന്ന ഒടിയാതെ നിൽക്കുന്ന ചെടികളുടെ ഇലകളെല്ലാം കീറി പറിച്ച് കളഞ്ഞേക്കും. ഇതുപോലെ അകത്തോട്ട് കയറി ഒടിച്ചിട്ടുണ്ട്. എല്ലാവരും പറയും ഈ ഫിസേറിയം വന്ന ചെടികളാണ് ഇതുപോലെ ഓടിയുന്നതെന്നൊക്കെ. ഫിസേറിയം ഒരു ചെറിയ കാരണമൊന്നും ഉള്ളൂ. ഇന്നും വലിയ ഫിസേറിയമുള്ള തോട്ടമൊന്നുമല്ല. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മളോട് ബൗണ്ടറി പങ്കിടുന്ന ഒരു തോട്ടമാണ്. ഇതിൻ്റെ താഴോട്ടുള്ള തോട്ടം, വഴിക്ക് താഴോട്ടുള്ള തോട്ടം എൻ്റെ തോട്ടമാണ്. എനിക്ക് അത്രയും തന്നെ ഒരു ഒടിവ് സംഭവിച്ചിട്ടില്ല. എങ്കിലും ഈ തോട്ടം അതിഭീകരമായിട്ട് ഒടിച്ചു കളഞ്ഞു. ഇത് ആ ചെടികളുടെ എല്ലാം ഷേപ്പും ഉണ്ട്, അതുപോലെ ഒടിച്ചു കളഞ്ഞു. ഇത് അത്രയും വെയിലടിച്ചു കഴിഞ്ഞാൽ ആ ചെടിക്ക് കിട്ടേണ്ട ഫൈബർ ന്യൂട്രൻസ് ഒന്നും കിട്ടാതെ വന്നിട്ട് ആ തട്ടയ്ക്ക് ബലമില്ലാതെ വന്ന്, പിന്നെ ഷെയ്ഡൊക്കെ വെട്ടാതെയും കൂടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തട്ടയ്ക്ക് ശാല ഹൈറ്റും കൂടുതലായിരുന്നു. അത് മഴ പെയ്ത് ആ ഇലയിൽ വെള്ളവും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചെടിക്ക് താങ്ങി നിൽക്കാൻ പറ്റാതെ തട്ട ഒടിച്ചു കളയുന്നു. അതാണ് സംഭവം. ഇതുപോലെ ഒടിഞ്ഞ തട്ടകൾ ഇനി എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുണ്ട്. അത് വെട്ടിക്കളഞ്ഞ ആ ശരമെല്ലാം കമറി അതിന് വരുന്ന ചിമ്പിനും ഒക്കെ കരുത്തില്ലാതെ പോകും. അത് ഇപ്പോൾ വെട്ടിക്കളയണ്ട. ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഈ തണ്ട് നീട്ടിയിട്ട് ഈ ഇലയുടെയൊക്കെ ഈ ഭാഗത്ത് വെച്ച് അങ്ങ് കട്ട് ചെയ്ത് ചെടിക്ക് അകത്തോട്ട് കിടക്കുന്ന ഭാഗങ്ങൾ എടുത്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ചെടിക്ക് അകത്തോട്ട് വീണ് കിടക്കുന്ന
ഒരു കേരവള്ളി എന്നാലും പ്ലാസ്റ്റിക് വള്ളിയിട്ട് കെട്ടി ഒതുക്കി മാറ്റിയിട്ട് നല്ലൊരു ബോഡോ മിശ്രിതം തിരിച്ച് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തിരിച്ചടിക്കുമ്പം 1:1 കൂട്ടാതെ 1.5 കിലോ വെച്ച്, അതായത് 100 ലിറ്ററിന് 1.5 കിലോ. അപ്പം 200 ലിറ്റർ വെള്ളത്തിന് 3 കിലോ തിരിച്ചും 3 കിലോ കുമ്മായും ഒരു 200 ഗ്രാം സിങ്ക്, ചിലറ്റഡ് സിങ്കും കൂടി കൂട്ടി നല്ലപോലെ കുളിപ്പിച്ചൊരു സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒടിഞ്ഞതിന് ഒരു ആ മുറിവ് വഴി ഇൻഫെക്ഷൻ ഉണ്ടാകാതെയും ആ ബാക്കി നിൽക്കുന്ന തട്ടകൾക്കെല്ലാം ഒരു ബലം കിട്ടാനും ഒക്കെയായിട്ട് സഹായിക്കും. എല്ലാം വളഞ്ഞ് കുത്തി നിൽക്കുവാണ്. ഒടിയാനായിട്ട് മരം വീണും മരത്തിൻ്റെ കമ്പ് വീണും ഒക്കെയായിട്ട് ആ കാറ്റടിച്ച് കഴിഞ്ഞുള്ള ആ ചെടിയുടെ ആ ഒരു ഷേപ്പുണ്ടോ, മൊത്തം ഇലയെല്ലാം കീറി നല്ലപോലെ പിടിച്ചൊലച്ച് നിർത്തിയേക്കുകയാണ്. അപ്പോൾ ഇനി മഴ കൂടി കഴിഞ്ഞിട്ട് ഒരു തെളിച്ചം വന്നു കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് അഴുകൽ കയറി അടിക്കും. അതുകൊണ്ട് ഈ ബോഡോ മിശ്രിതം അതിന് ഫസ്റ്റ് എയ്ഡായിട്ട് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ബോഡോ കൊടുക്കുന്നതാണ്. ബോഡോ കൊടുത്ത് തുടങ്ങുക. ഈ ഒടിഞ്ഞ തട്ടകളെല്ലാം ഒന്ന് ചേർത്ത് മാറ്റി ഒതുക്കി, ചെടിക്കകത്ത് കിടക്കുന്നതെല്ലാം ഒന്ന് ഒതുക്കി മാറ്റി കെട്ടിവെച്ച് ഒരു ബോഡോ ഒക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കാമെന്നാണ്. പിന്നെ മുകളിലത്തെ തോട്ടം കഴിഞ്ഞ വേനൽക്കാലത്ത് മൊത്തം ഉണങ്ങിപ്പോയിട്ട് കുഴിയൊക്കെ കുത്തി അവർ പുതിയ ചിമ്പ് വെക്കാനായിട്ടുള്ള കുഴിയൊക്കെ എടുത്തിടുന്നു. ആ നിൽക്കുന്ന പഴയ തട്ടകൾ നിൽക്കുന്നതിനെല്ലാം കുരുകുരാന്ന് ചിമ്പ് വരുന്നുണ്ട്. ചിമ്പിനൊന്നും ഒരു കരുത്തുമില്ല, ഒന്നുമില്ല. അത് ഇത്രയും തട്ട കുറവുള്ളതുകൊണ്ട് അത് ഇതിനകത്ത് ഒടിച്ചിട്ടൊന്നുമില്ല. കാറ്റടിക്കുന്നതിൻ്റെ പവർ ഉണ്ടോ, അതുപോലെ കാറ്റടിക്കുന്നത്. 1-2 ദിവസം കൂടി ഈ കാലാവസ്ഥയായിരിക്കും. പിന്നെ കാ പിടിപ്പിക്കാൻ വേണ്ടി ഈ പോളിയർ അടിക്കുന്ന പരിപാടികളും എല്ലാം ഈ തട്ടയ്ക്ക് കയറ്റി അടിക്കാതെ ശരത്തിന് മാത്രമൊക്കെ ആയിട്ട് കൊടുക്കുക. ഫംഗിസൈഡുകൾക്ക് ഒരു പരിഗണന കൊടുക്കുക. മരുന്നിൻ്റെ കൂടെ എല്ലാം ഈ ടോണിക്കുകൾ, ഹോർമോണുകൾ, ആസിഡ് ഐറ്റംസുകളെല്ലാം ഒന്ന് ഒഴിവാക്കി അതും നമുക്ക് അനുകൂല കാലാവസ്ഥ വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മൾ ഇപ്പം അതിൻ്റെ പുറമെ കാ പിടിക്കാനായിട്ട് മരുന്നിൻ്റെ കൂടെ എല്ലാവരുമൊക്കെ ഹോർമോണൊക്കെ ചേർത്ത് അടിച്ചു കഴിയുമ്പോഴത്തേക്കും അത് അഴുകലുണ്ടാകാനായിട്ടും അതുപോലെ തന്നെ ആ തട്ട ഒടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അതിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും പിന്നെ അത് ചെടിക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതെയും ഒക്കെ വരും. അതുകൊണ്ട് ഫംഗിസൈഡുകളാണ് കൊടുക്കാനായിട്ട് നല്ലത്. ഇതുപോലെ കാറ്റടിച്ച് ഒടിഞ്ഞതിന് ബോഡോ മിശ്രിതമാണ്. ബോഡോ മിശ്രിതം ഇച്ചിരി ഡോസ് കൂട്ടി നല്ലപോലെ കുളിപ്പിച്ച് ശരം, കിഴങ്ങും എല്ലാം നല്ലപോലെ കുളിപ്പിച്ച് അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വരും. പിന്നെ ആ ഒടിഞ്ഞ തട്ട ഞാൻ ഈ പറഞ്ഞ പോലെ 1 മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ തലഭാവം വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. അതിൻ്റെ തണ്ടയിലെ ചാറും നീരും മതി. ആ ശരമൊന്നും പോകത്തൊന്നുമില്ല. അങ്ങനെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റിൽ കയറ്റിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. അല്ല ഇതുപോലെ ഒടിഞ്ഞു കിടക്കുന്ന നമുക്കിത് ഒതുക്കി മാറ്റി ഇട്ടുകൊണ്ട് പണി നടക്കുകയില്ല. അതിനകത്ത് നിൽക്കുന്ന കായൊന്നും പിടിക്കത്തില്ല, വെട്ടം വെളിച്ചം കാറ്റോട്ടം ഇല്ലാതെ. ഇതെല്ലാം തട്ട ഒടിച്ച് മറിച്ച് ഇട്ടൊക്കെയാണ്.